ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡിസംബർ 14 ലോക ഊർജ്ജ സംരക്ഷണ ദിനം. ഈ ദിനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഊർജത്തിൻ്റെ ഉപയോഗമാണ് ഈ ഭൂമിയിൽ ജീവൻ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകം. നമ്മുടെ ജീവിതത്തിൻ്റെ പലവിധമായ മേഖലകളിൽ ഊർജത്തിൻ്റെ ഉപയോഗം വളരെയധികം അനിവാര്യമാണ്. ഇതിനൊക്കെ മുൻപ് തന്നെ നാം ഉപയോഗിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളെ രണ്ടായി തരംതിരിക്കാം. പുതുക്കപ്പെടാവുന്ന എനർജി സോഴ്സസ്, അതായത് റിന്യൂവബിൾ എനർജി. പുതുക്കപ്പെടാനാവാത്ത ഊർജം, നോൺ റിന്യൂവബിൾ എനർജി. പുതുക്കപ്പെടാവുന്ന എനർജി സ്രോതസ്സിലാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ഭൂമിയിൽ നിന്നുള്ള താപോർജം തുടങ്ങിയവ ഉൾപ്പെടുന്നത്. പുതുക്കപ്പെടാനാവാത്ത ഊർജമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, ആണവോർജം, പ്രകൃതിദത്തമായ വാതകങ്ങൾ ഇവയുടെ ഉപയോഗം. പ്രകൃതിദത്തമായ ഊർജത്തിന്റെ ഉപയോഗത്തിൽ നിയന്ത്രണാതീതമായ വർധനവ് വന്നിട്ടുണ്ട്. ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഊർജത്തിന്റെ ഉപയോഗം ഭൂമിയിൽ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ തന്നെ ഒരിക്കൽ നിശ്ചലമായേക്കാം. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വളരെ മിതമായും കാര്യക്ഷമമായും ഉപയോഗിക്കുക എന്നതാണ് ഊർജ സംരക്ഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഊർജ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 2001 ഇന്ത്യയിൽ ഊർജ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഊർജ സംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന സ്ഥാപനമാണ് ഇന്ത്യയിൽ ഊർജ സംരക്ഷണ പരിപാടികൾ ഏകോപിപ്പിക്കുന്നത്. ഊർജം നമ്മുടെ ഭൂമിയിൽ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. അതിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനായി പകൽ സമയത്ത് സൂര്യപ്രകാശം പരമാവധി ഉപയോഗപ്പെടുത്താം. ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഫാൻ തുടങ്ങിയവയുടെ ഉപയോഗശേഷം ഓഫ് ചെയ്യാം. കുറഞ്ഞ വൈദ്യുതി ഉപയോഗപ്പെടുത്താവുന്ന LED, ഫ്ലൂറസെന്റ് തുടങ്ങിയ ബൾബുകൾ ഉപയോഗിക്കാം. വിദ്യാർത്ഥികൾക്ക് ഒറ്റയ്ക്കോ കൂട്ടായോ ഉള്ള ശ്രദ്ധാപൂർവമായ ഇടപെടലുകളിലൂടെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയും. ഇതിനായി ഊർജ്ജ സംരക്ഷണ ക്ലാസുകളിൽ പങ്കെടുത്ത് നമുക്ക് ഇവയെക്കുറിച്ച് ബോധവാന്മാരാകാം. ഏവർക്കും നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.